Hi friends, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാവലിംഗ് വേവ്സ് എന്താണ്, ട്രാവലിംഗ് വേവ്സിന്റെ ട്രാൻസ്മിഷനും റിഫ്ലക്ഷനും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. സോ ഒരു ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ എവിടെയെങ്കിലും എനിക്കൊരു ലൈറ്റ്നിങ് ഉണ്ടായി എന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ഇറ്റ് ക്യാൻ ബി എ ഡയറക്റ്റ് ലൈറ്റ്നിങ്, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് എന്തുണ്ട്, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് വേണ്ടി RYB കണ്ടക്ടേഴ്സിന് എബോവ് നമുക്കൊരു എർത്തഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ കൂടി ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രൗണ്ട് വയർ. സോ വെനെവർ എ ലൈറ്റ്നിങ് സ്ട്രൈക്സ്, ഗ്രൗണ്ട് വയറിൽ ലൈറ്റ്നിങ് അടിക്കുകയും അത് നേരെ ഗ്രൗണ്ടിലേക്ക് പോവുകയും ചെയ്യും. ഇനി ഈ ഗ്രൗണ്ട് വയറിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ കാരണം എന്ത് ചെയ്യാം, നിയർ ബൈ ആയുള്ള ട്രാൻസ്മിഷൻ ലൈനിലേക്ക് നമുക്കൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാം. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ്. സോ ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ്ങോ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്ന ലൈറ്റ്നിങ്ങോ കാരണം എന്തുണ്ടാവും, ഒരു സഡൻ റൈസ് ഇൻ വോൾട്ടേജ്, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് എത്തുന്നു. സോ ഇങ്ങനെയുള്ള ഒരു സഡൻ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിന് ഞാൻ പറയുന്ന പേരാണ് സർജ്. So whenever we have a surge in the transmission line, that huge amount of energy is transmitted from one end of the line to the other end of the line in shape of waves. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാവലിംഗ് വേവ്. സോ ട്രാവലിംഗ് വേവ് is nothing but a surge which is traveling from one end to another end of the transmission line. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു കാരണം എന്താണ്, ട്രാൻസ്മിഷൻ ലൈനിൽ സർജ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ്നിങ് ആണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്വിച്ചിങ് സർജസ് എന്ന് നമുക്ക് പറയാം. സ്വിച്ചിങ് സർജസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈൻ പെട്ടെന്ന് മറ്റൊരു ലൈൻ ഓഫ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം, സഡൻ ചേഞ്ച് ഇൻ ലോഡ് ഉണ്ടായി അല്ലേ. സോ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോഡ് പെട്ടെന്ന് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം, ഒരു സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കേസിന് ഞാൻ പറയുന്ന പേരാണ് എന്ത്, സർജസ്. സോ യൂഷ്വലി ഔട്ടേജ് ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ഔട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് എന്തിന് കാരണമാകുന്നത്, സ്വിച്ചിങ് സർജസിന് കാരണമാകുന്നത്. സോ സ്വിച്ചിങ് സർജസ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് സർജസ് ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ട്രാവലിംഗ് വേവ്. ഇനി ഈ ട്രാവലിംഗ് വേവ് എങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ നോർമലി ട്രാൻസ്മിഷൻ ലൈനിൻ്റെ മോഡൽ വരച്ചപ്പോൾ, ലോങ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ മോഡൽ നമ്മൾ വരച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ്, 4 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് സീരീസ് റെസിസ്റ്റൻസ് R, സീരീസ് ഇൻഡക്റ്റൻസ് L, ഷണ്ട് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള കണ്ടക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ഇതിൽ ഞാൻ ഈ കണ്ടക്റ്റൻസിനെ നോർമലി കൺസിഡർ ചെയ്യില്ലെങ്കിൽ പോലും കപ്പാസിറ്റൻസിനെ എനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും, കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല, ബട്ട് നോർമലി നമ്മളത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും യു വിൽ ഹാവ് ദിസ് ബ്രാഞ്ച്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് പറയാം, ഈവൻ ലൈനിൻ്റെ റെസിസ്റ്റൻസിനും നെഗ്ലിജിബിളി സ്മോൾ ആണ് കമ്പയർഡ് ടു ഇൻഡക്റ്റൻസ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു LC നെറ്റ്വർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സർക്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ 2 റെസിസ്റ്റൻസിനെ ഞാൻ മാറ്റിയാൽ പോലും ഒരു LC നെറ്റ്വർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെയെങ്കിൽ ഈ ലൈൻ വീണ്ടും അടുത്ത ഒരു സെക്ഷൻ എന്തായിരിക്കും, വീണ്ടും ഒരു LC നെറ്റ്വർക്ക് ആയിരിക്കും. ഇങ്ങനെ ഓരോ സെക്ഷൻസ് അഡീഷണലായിട്ട് ഞാൻ ആഡ് ചെയ്ത് പോകുമ്പോൾ ടോട്ടൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ മോഡൽ എനിക്ക് കിട്ടും. ദാറ്റ് മീൻസ് ദ ടോട്ടൽ മോഡൽ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് L&C നെറ്റ്വർക്ക്സ്. ഇങ്ങനെയുള്ള ഒരു L&C നെറ്റ്വർക്ക്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഈ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത എന്താണ്, ഇൻഡക്ടർ വിൽ ഓൾവേസ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എനർജി വിൽ ബി സ്റ്റോർഡ്, ബട്ട് കപ്പാസിറ്റർ വിൽ ഓൾവേസ് സ്റ്റോർ എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ്. സോ ദാറ്റ് ഈസ് വൈ ഇനിഷ്യലി ഇവിടെ വരുന്ന ഒരു സർജ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ എനർജി ആയിട്ട് മാറും. അവിടെ നിന്ന് എങ്ങോട്ട് കൊടുക്കും, ഈ ഒരു കപ്പാസിറ്ററിലേക്ക് കൊടുക്കും. കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ഫീൽഡായിട്ട് അത് സ്റ്റോർ ആവും. ദെൻ അവിടെ നിന്നും വീണ്ടും അതെങ്ങോട്ട് പോകും, തൊട്ടടുത്തുള്ള ഇൻഡക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആ എനർജി ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് വീണ്ടും തൊട്ടടുത്തുള്ള കപ്പാസിറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ഇത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്താണ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ എന്ത് പോകുന്നത്, ഈ ഒരു ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ സർജ് ട്രാവൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് വാട്ട് ദ കൺസെപ്റ്റ് ഓഫ് ട്രാവലിംഗ് വേവ്.
നോർമലി ഈ വേവ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ഈ ഒരു ലൈനിൽ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാറില്ല. പക്ഷേ whenever there is a change in surge impedance of the line, so whenever there is a discontinuity, അത് എവിടെയാണ് വരുന്നത്? നോർമലി നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈൻ, ഓവർഹെഡ് ലൈനിൻ്റെ എൻഡിൽ നമുക്ക് ഒരു കണക്ഷൻ വരുന്നത് എന്താണ്? ഒരു കേബിൾ വരാറുണ്ട്. സോ കേബിളിൻ്റെ സർജ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സർജ് ഇമ്പിഡൻസുമായി വ്യത്യാസമായിരിക്കും. എന്തായിരിക്കും കാരണം? നോ ദാറ്റ് ദ ഇക്വേഷൻ ഫോർ സർജ് ഇമ്പിഡൻസ് ഓഫ് എ line is nothing but Zs equal to root of L by C, where L stands for the series inductance and C stands for the shunt capacitance. So അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം, ഓവർഹെഡ് ലൈനിന് എന്തായിരിക്കും കൂടുതൽ? ഇൻഡക്റ്റൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സർജ് ഇമ്പിഡൻസ് ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ഹ്യൂജ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. നമ്മളറിയാം ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 400 ഓം നമുക്ക് കിട്ടും. എന്നാൽ ഒരു കേബിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, കേബിളിൻ്റെ കേസിൽ കപ്പാസിറ്റൻസ് എന്താണ്? കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. കാരണം എന്താണ്? ദ കേബിൾ ഹാസ് എ ക്രോസ് സെക്ഷൻ ലൈക്ക് ദിസ്. സോ കേബിളിൻ്റെ ക്രോസ് സെക്ഷനിൽ രണ്ട് മെറ്റാലിക് ഷീറ്റും ഇന്നർ കണ്ടക്ടറും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതായത് ചെറിയൊരു ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഇന്നർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ whenever distance is small, capacitance will be higher. So capacitance of cable is higher. അതുകൊണ്ട് തന്നെ സർജ് ഇമ്പിഡൻസ് ഓഫ് കേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. സോ സർജ് ഇമ്പിഡൻസ് ഓഫ് കേബിളിൻ്റെ യൂഷ്വൽ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 40 ഓം ആണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, there is a discontinuity between the surge impedance of transmission line and surge impedance of cable. So whenever the traveling wave reaches the end of the transmission line where our cable starts, there is a discontinuity between two medium. So whenever there is a discontinuity, some part of traveling wave will be transmitted to the cable. Some part of the energy will be reflected back. Similarly നമ്മൾ ലൈറ്റിൻ്റെ കേസ് പറയുന്ന പോലെ തന്നെ ഈ ഒരു എൻഡിൽ എത്തുന്ന എനർജിയിൽ ഒരു പാർട്ട് എന്ത് ചെയ്യും? എനർജിയിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഇവിടെ ടോട്ടൽ എത്തുന്ന വേവിന് നമ്മൾ ഇൻസിഡൻ്റ് എന്ന് പറയാം. ഇൻസിഡൻ്റ് എനർജിയിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് കേബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതായത് കേബിളിലേക്ക് ട്രാവൽ ചെയ്തു പോകും. അതിന് പറയുന്ന പേരാണ് ട്രാൻസ്മിറ്റഡ് എനർജി, ട്രാൻസ്മിറ്റഡ് വേവ് ഓർ ട്രാൻസ്മിറ്റഡ് എനർജി. എന്നാൽ ഈ പോർഷനിൽ നിന്ന് വെച്ച് കുറച്ച് ഭാഗം എന്ത് ചെയ്യും? തിരിച്ച് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. അതിന് ഞാൻ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് വേവ്. സോ അറ്റ് ദ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് some energy will be reflected, some energy will be transmitted. PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്രയാണ് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ്, എത്രയാണ് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള കറണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഓർത്തിരിക്കുക. ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2 × Z2 by Z1 plus Z2. Z1 എന്ന് പറയുന്നത് ഓവർഹെഡ് ലൈനിൻ്റെ സർജ് ഇമ്പിഡൻസും Z2 എന്ന് പറയുന്നത് കേബിളിൻ്റെ സർജ് ഇമ്പിഡൻസും. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ വാല്യൂ? Z1 is equal to 400 and Z2 equal to 40. So that is the typical value. So അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദിസ് കോഎഫിഷ്യൻ്റ് ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. സോ ഈ ഒരു കോഎഫിഷ്യൻറ്റിനെ എനിക്ക് എന്ത് പറയാം? വോൾട്ടേജ് കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിറ്റഡ് വേവ്, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഓർ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിൻ്റെ എന്താണെന്ന് പറയാം? കോഎഫിഷ്യൻ്റ് ആണെന്ന് പറയാം. കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഫോർ എ വോൾട്ടേജ് വേവ് എന്ന് പറയാം. 2Z2 by Z1 plus Z2. ഇതിൻ്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് ട്രാൻസ്മിറ്റ് ചെയ്തതാണ്, എത്രയാണ് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക് വന്നത് എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Z2 minus Z1 by Z1 plus Z2 into incident voltage. Incident voltage എത്രയാണോ അതേ multiplied by this factor. So this factor is called the coefficient of reflection for a voltage wave. For a voltage wave. Coefficient of reflection for a voltage wave. So ഇതിൽ നിന്ന് നമുക്ക് കാണാം Z2ൻ്റെ ടിപ്പിക്കൽ വാല്യൂ ഞാൻ എന്താണ് പറഞ്ഞത്? Z2 will be around 40 ohm. What about Z1? It will be around 400 ohm. So we can see that
Z2 minus Z1 is the numerator term. So അതുകൊണ്ട് തന്നെ ആ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 minus 400, it will be negative value. So it is a negative term. Coefficient of reflection of the voltage wave is a negative term, but here it is a coefficient of transmission is for a voltage wave is positive. We can see that the magnitudes are different and the sign is also different. One is positive and the other is negative. So here term ഓർത്തിരിക്കുക, this will be a negative value. ഇനി കറണ്ടിൻ്റെ ട്രാൻസ്മിറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സിംപ്ലി നമുക്ക് ഇക്വേഷൻസ് ഓർത്തിരിക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം ഓർത്താൽ മതി. വി ഹാവ് ടു റീപ്ലേസ് ബിറ്റ്വീൻ Z1 ആൻഡ് Z2. സോ ഒരു ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിലെ എവിടെയൊക്കെ നമുക്ക് Z2 ഉണ്ടോ അതിനെ മാറ്റി എന്ത് കൊടുക്കാം? Z2 is replaced by Z1. So we can see that transmitted current equal to 2 into Z2ന്റെ സ്ഥാനത്ത് Z1 വന്നു, Z1 by Z2 plus Z1. So this is the equation for coefficient of transmitted current. Transmission coefficient for current waveform എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ആണ് 2 into Z1 by Z2 plus Z1 into Z2 plus Z1. ഇനി ട്രാൻസ്മിറ്റഡ് കറണ്ട് ആണ് ചോദിച്ചതെങ്കിൽ ഈ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇൻസിഡന്റ് കറണ്ട്. എത്രയാണോ ഇൻകമിംഗ് കറണ്ട്, ഇങ്ങോട്ട് പോകുന്ന ഇൻകമിംഗ് കറണ്ട്, അതേ മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ടേം ആയിരിക്കും എന്ത്? ഇങ്ങോട്ട് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന കറണ്ട്. സോ I incident and I transmitted. So these two terms are related by this coefficient. So hope it is clear. Now reflected current കിട്ടാനും എന്ത് ചെയ്താൽ മതി? ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് വോൾട്ടേജിൻ്റെ ഇക്വേഷനിൽ എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? Z2 കിടക്കുന്നിടത്തെല്ലാം എന്താക്കിയാൽ മതി? Z1 ആക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ Z2ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? Z1 എഴുതാം, Z1ൻ്റെ സ്ഥാനത്ത് Z2 എഴുതാം. സോ ദീസ് ടു ടേംസ് ആർ ഇൻ്റർചേഞ്ച്ഡ് ഹിയർ. ഈ ഇക്വേഷനിൽ എവിടെയൊക്കെ Z2 ഉണ്ടോ അവിടെയൊക്കെ Z1 കൊടുക്കുക, Z1 ഉള്ളിടത്തെല്ലാം Z2 കൊടുക്കുക. അഗൈൻ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ റിഫ്ലക്റ്റഡ് കറണ്ട് ഈക്വൽ ടു Z1 minus Z2 by Z2 plus Z1 into incident current. So coefficient of reflection for a current wave is Z1 minus Z2 by Z2 plus Z1. So these four equations are the basic equations for transmission and reflection of traveling waves at the junction of overhead line and a cable. എന്തുകൊണ്ടാണ് ഈ റിഫ്ലക്ഷൻ ട്രാൻസ്മിഷൻ ഒക്കെ ചെയ്യുന്നത്? ചേഞ്ച് ഇൻ സർജ് ഇംപെഡൻസ് ഉള്ളത് കൊണ്ടാണ്. സപ്പോസ് ഈ കേബിളിൻ്റെ സർജ് ഇംപെഡൻസും ലൈനിൻ്റെ സർജ് ഇംപെഡൻസും ഈക്വൽ ആയിരുന്നെങ്കിൽ എന്ത് പറ്റില്ല? ഈ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം അത് രണ്ട് മീഡിയം എന്തായിട്ട് തന്നെ ആക്ട് ചെയ്യും? സെയിം മീഡിയത്തിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല? ഒരിക്കലും ഒരു റിഫ്ലക്ഷൻ കിട്ടില്ല. വാട്ട് എവർ വേവ് ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ദാറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ്. സോ അതും നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ, സോ ഇഫ് Z2 is equal to Z1, if Z2 equal to Z1, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? 2 into Z2 by Z2 plus Z2 which is equal to 1. So Z1ഉം Z2ഉം ഈക്വൽ ആണെങ്കിൽ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിൻ്റെ കോഎഫിഷ്യൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? വാട്ട് എവർ വാല്യൂ ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. ഇനി റിഫ്ലക്റ്റഡ് വോൾട്ടേജ് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ റിഫ്ലക്റ്റഡ് കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു Z2 മൈനസ് Z1 ബൈ Z1 പ്ലസ് Z2. ഇതിൽ എന്താണ്? Z2 Z1 ഈക്വൽ ആണെങ്കിൽ ന്യൂമറേറ്റർ ടേം എന്താവും? 0 ആവും. അതുകൊണ്ട് തന്നെ ഈ കോഎഫിഷ്യൻറ്റ് എന്തായി പോവും? 0 ആയി പോവും. സോ അങ്ങനെയെങ്കിൽ റിഫ്ലക്റ്റഡ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0 ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. അഗൈൻ ഇറ്റ് വിൽ ബി 0. ദാറ്റ് മീൻസ് ദാറ്റ് whenever we have Z2 equal to Z1, both of these media will act as the single media. That is why there will not be any reflection, there will be only transmission. Whatever incoming wave is incident wave is there, അത് എങ്ങോട്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും? കേബിളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ടത്. നമുക്കറിയാം സർജ് ഇംപെഡൻസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ടേം പറഞ്ഞിരുന്നു. എന്താണ്? വാട്ട് ഈസ് സർജ് ഇംപെഡൻസ്? ഒരു റെസിസ്റ്റീവ് ലോഡ് ഞാനിവിടെ കണക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ലോഡിൻ്റെ വാല്യൂ എന്തിന് ഇക്വലൻ്റ് ആണ്? ലൈനിൻ്റെ ലോഡ് സർജ് ഇംപെഡൻസിന് ഇക്വലൻ്റ് ആണെങ്കിൽ, സോ ഏത് റെസിസ്റ്റൻസിന് ആണെങ്കിൽ എന്ത് സംഭവിക്കില്ല? റിഫ്ലക്ഷൻ സംഭവിക്കില്ല. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്?
സർജ് ഇംപിഡൻസിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. സോ that is what we have discussed in the previous sessions. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. Now we can move on to the next condition. Next condition, so where transmission and reflection of traveling waves at the end of open circuited overhead line. So initially നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ended by a cable ആയിരുന്നു. ഇവിടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എൻഡിൽ എന്താണുള്ളത്, ആ ഓപ്പൺ സർക്യൂട്ട് ആണുള്ളത്. ഓപ്പൺ സർക്യൂട്ടിലുള്ള ഇമ്പിഡൻസ് എത്രയാണെന്ന് നമുക്ക് പറയാം. ഓപ്പൺ സർക്യൂട്ടിന് പകരം നമുക്ക് എന്ത് പറയാം, ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്താണെന്ന് പറയാം, ഇൻഫിനിറ്റി ആണെന്ന് പറയാം. ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഇക്വേഷൻ നമുക്കൊന്ന് പരിശോധിച്ചാലോ. നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഇക്വേഷൻ എന്താണ്, വാട്ട് ഈസ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്? ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു Z2 ബൈ Z1 പ്ലസ് Z2. ഈ ഒരു ടേമിൽ Z2ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇവിടെയുള്ള കോഎഫിഷ്യൻ്റെ വാല്യൂ കിട്ടും. എന്നാൽ ഇവിടെ ഇൻഫിനിറ്റി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ലിമിറ്റ് Z2 tends to infinity. What is the value of this? Here I have infinity and in the numerator I have infinity. So infinity എന്ന് പറഞ്ഞ ടേം എന്തല്ല, നമുക്ക് ഡയറക്റ്റ് വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് റൂൾ അപ്ലൈ ചെയ്യണം, we have to apply L'Hospital's rule. എന്താണ് L'Hospital's rule പറയുന്നത്, we have to take the derivative of the variable. What is the variable here? Z2 ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവും സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം വേണം എന്ത് അപ്ലൈ ചെയ്യാൻ, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2Z2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു Z2 ചെയ്താൽ വി വിൽ ഗെറ്റ് 2. Z1 പ്ലസ് Z2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു Z2 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അഗെയിൻ 0 പ്ലസ് 1. സോ വാല്യൂ വിൽ ബി 2. സോ ദിസ് ഈസ് വാട്ട് ദ L'Hospital റൂൾ. L'Hospital's റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ട്രാൻസ്മിഷൻ വോൾട്ടേജിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്, 2 ആണ് ഇൻ കേസ് ഓഫ് എ ഓപ്പൺ സർക്യൂട്ടഡ് ലൈൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ഇനി നമുക്ക് അടുത്ത ഒരു ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യാം. റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. റിഫ്ലക്റ്റഡ് വോൾട്ടേജ് എന്ത് തന്നെയാണ്, ഇൻസിഡൻറ്റ് വോൾട്ടേജ് തന്നെയാണ്. അത് നമുക്കൊന്ന് ഡിറൈവ് ചെയ്താം. വാട്ട് ഈസ് ദ ഇക്വേഷൻ? തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇക്വേഷൻ, Z2 മൈനസ് Z1 ബൈ Z1 പ്ലസ് Z2. സോ ആ ഒരു ഇക്വേഷൻ നമുക്കിവിടെ നോക്കാം. സോ വി ഹാവ് Z2 മൈനസ് Z1 ബൈ Z1 പ്ലസ് Z2. ഇതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, Z2ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലിമിറ്റ് Z2 tends to infinity, Z2 minus Z1 by Z1 plus Z2. So this value will be equal to, again ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ മുകളിലും താഴെ എന്ത് തന്നെ വരും, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു അപ്ലൈ L'Hospital റൂൾ. ദാറ്റ് മീൻസ് ലിമിറ്റ് Z2 tends to infinity d by dz of numerator term by d by dz2 of denominator term. So this will be equal to limit Z2 tends to infinity, numerator derivative with respect to Z2. So Z2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 minus 0. Again it will become 1. Denominator ലോ Z1 ന്റെ ഡെറിവേറ്റീവ് 0, Z2 ന്റെ ഡെറിവേറ്റീവ് 1. So answer will be 1. So this is what the reflection coefficient of the traveling wave. Voltage traveling wave ന്റെ reflection coefficient എത്രയാണ്, 1 ആണ് in the case of an open circuited line. ഇത് നമുക്ക് എവിടെ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാം. ആദ്യം എഴുതിയിരുന്ന ഇക്വേഷനിൽ തന്നെ Z2 ന് എന്ത് കൊടുത്താൽ മതി, ഇൻഫിനിറ്റി കൊടുത്താൽ മതി. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് അടുത്തതുകൂടെ നോക്കാം, ട്രാൻസ്മിറ്റഡ് കറണ്ട് എന്താണെന്ന് നോക്കാം. സോ ട്രാൻസ്മിറ്റഡ് കറണ്ടിന് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് എന്ത് അറിയാം, ഓപ്പൺ സർക്യൂട്ടിൽ എന്ത് ഫ്ലോ ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. സിൻസ്
in an open circuit network, current will not flow. That is why current transmitted to the medium will be equal to 0. Transmitted current will be equal to 0. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇക്വേഷൻ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്നു എന്താണ് ഇക്വേഷൻ നമ്മുടെ. So this is what the equation, 2 into Z1 by Z2 plus Z1. ഇതിൽ Z2 ന് എന്ത് കൊടുത്താൽ മതി, ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Z2 ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് പറ്റും, 2 into Z1 by infinity. 1 by infinity will become 0. അതുകൊണ്ട് തന്നെ ആ വാല്യൂ എന്തായിട്ട് പോവും, നമുക്കറിയാവുന്ന പോലെ 0 ആയിട്ട് പോവും. സോ ദാറ്റ് ഈസ് വൈ വിൽ ഗെറ്റ് ദ വാല്യൂ ഈക്വൽ ടു 0. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ എന്താണ് 0 എന്ന് പറയാം, ട്രാൻസ്മിറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. ഇനി റിഫ്ലക്റ്റഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ കൂടി നോക്കാം. റിഫ്ലക്റ്റഡ് കറണ്ട് ഈക്വൽ ടു -1 ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. ഇൻസിഡൻറ്റ് കറണ്ടിൻ്റെ നെഗറ്റീവ് ആയിരിക്കും റിഫ്ലക്റ്റഡ് കറണ്ട്. അതായത് അങ്ങോട്ട് പോകുന്ന കറണ്ട് തിരിച്ച് ഓപ്പൺ സർക്യൂട്ടിലേക്ക് ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ -1 ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. ഇനി അതും കൂടി നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ? What is the equation for general reflection coefficient of current? Our equation is Z2 Z1 minus Z2 by Z1 plus Z2. ഇതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, Z2 ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z2 ന് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. സോ അതുകൊണ്ട് തന്നെ എന്ത് അപ്ലൈ ചെയ്യാം, എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് Z2 tends to infinity, derivative of the numerator term that will be equal to -1. Derivative of the denominator term with respect to Z2, again it will be 1. So ഈ ഒരു ടൈമിൽ ഇൻഫിനിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, -1. So we got that reflected current equal to -1 into incident current. Very important formula. 4 ഫോർമുല ഓർത്തിരിക്കുക. ഇനി പ്രോബ്ലം എക്സാം ടൈമിൽ നമ്മൾ മറന്നു പോയാൽ എവിടെ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം, ഫസ്റ്റ് 4 ഇക്വേഷൻസ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. സോ ഇത് തീർച്ചയായും ഓർത്തിരിക്കുക. ആൻഡ് ദ തേർഡ് കേസ് ഈസ് ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് ട്രാവലിംഗ് വേവ് at the end of a short circuited overhead line. So initially നമ്മൾ നോർമൽ കേബിൾ കണ്ടു, സെക്കൻഡ് കേസിൽ എന്ത് കണ്ടു, ഓപ്പൺ സർക്യൂട്ടഡ് ലൈൻ കണ്ടു, മൂന്നാമത്തെ കേസാണ് എന്ത്, ഷോർട്ട് സർക്യൂട്ടഡ് ലൈൻ. സോ ഒരു ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്താണെന്ന് നമുക്ക് പറയാം, 0 ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടിൽ Z2ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി പറയാമല്ലോ, 2 into V. So transmitted coefficient value 2 into Z2 by Z1 plus Z2 ആയിരുന്നു അല്ലേ. സോ അതിൽ എന്തിന് കൊടുത്താൽ മതി, Z2ൻ്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി, 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ Z2ൻ്റെ വാല്യൂ 0 നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും, ട്രാൻസ്മിറ്റഡ് കോഎഫിഷ്യന്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് പറയാം, whenever we have a short circuit, voltage in the short circuit will be equal to 0. ഒരു ഷോർട്ട് സർക്യൂട്ടിലെ വോൾട്ടേജ് എന്താണ്, 0 ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജും എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. സോ ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നെക്സ്റ്റ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യാം. റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈക്വൽ ടു -1 ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ഈ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, we have to consider the equation. We have to consider the equation Z1 minus Z2 by Z1 plus Z2. So ഇതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Z2ൻ്റെ വാല്യൂ Z2 minus Z1 by Z1 plus Z2. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, റിഫ്ലക്റ്റഡ് വോൾട്ടേജിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഫോർ എ വോൾട്ടേജ് വേവ് ഇതാണ്. അതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Z2ൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z2ൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, 0 minus Z1 by Z1. So value will be equal to -1. So reflected voltage will be equal to -1 into incident voltage. Again we got the second equation. അടുത്തതായിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദ കറണ്ട് വേവ് എന്താണെന്ന് നോക്കാം. സോ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. എന്താണ് ജനറൽ ഇക്വേഷൻ നമുക്കറിയാം,
2 into Z1 by Z2 plus Z1 ആയിരുന്നു ജനറൽ ഫോർമുല. ഇതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? Z2ൻ്റെ വാല്യൂ എന്ത് കൊടുക്കുക? 0 കൊടുത്താൽ മതി. Z2ൻ്റെ വാല്യൂ ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് എന്ത് നമുക്ക് കിട്ടും? 2 into Z1 by 0 plus Z1. So which is equal to 2 എന്ന് നമുക്ക് കിട്ടും. സോ ട്രാൻസ്മിറ്റഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് ലൈനിലെ വോൾട്ടേജ് 0യും കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? 2 ടൈംസ് ആണെന്ന് നമുക്കിവിടെ കാണാം. സോ ദിസ് ഈസ് വാട്ട് ദ ട്രാൻസ്മിറ്റഡ് കറണ്ട്. ഇനി നമുക്ക് എന്ത് നോക്കാം? റിഫ്ലക്റ്റഡ് കറണ്ടിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ദ ജനറൽ ഇക്വേഷൻ? ജനറൽ ഫോർമുല വി ഹാവ് Z1 minus Z2 by Z1 plus Z2. So that is the general equation. ഇതിൽ എന്ത് കൊടുക്കുക? Z2ൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. Z2ൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? Which is equal to Z1 minus 0 by 0 plus Z1. So which is equal to 1. So that means coefficient of reflection for a current wave is equal to 1 in the case of the short circuited line, in the case of a line which is terminated by a short circuit. So ഇത്രയും പോയിന്റ്സും നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തു. സോ ട്രാൻസ്മിഷൻ വോൾട്ടേജിൻ്റെ കോഎഫിഷ്യൻറ്റ് 0, റിഫ്ലക്റ്റഡ് വോൾട്ടേജ് വേവിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് -1, കറണ്ട് വേവിൻ്റെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് കറണ്ട് വേവ് എന്ന് പറയുന്നത് 2 ആണ്, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് കറണ്ട് വേവ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇത്രയും പോയിന്റ്സ് കൂടി ഓർത്തിരിക്കുക. സോ ഇഫ് യു നോ ദീസ് മച്ച് കൺസെപ്റ്റ്, ഇത്രയും കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ഈ ഒരു സെഷനിൽ നമുക്ക് സ്കോർ ചെയ്യാം. സോ നൗ ഐ തിങ്ക് നമുക്ക് പ്രോബ്ലം പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, എ ട്രാവലിംഗ് വേവ് ഡ്യൂ ടു ലൈറ്റ്നിങ് with an incident voltage V travels through an overhead line of surge impedance of 400 ohm and enters a cable having surge impedance of 40 ohm. What is the voltage entering the cable at the junction? So what is the voltage entering the cable? That means എന്താണ് ചോദിച്ചിരിക്കുന്നത്? ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് ചോദിച്ചിരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. We have a transmission line and we have a cable. What is the incoming voltage surge ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? V ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് V ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ അത് ട്രാവൽ ചെയ്ത് ഓവർഹെഡ് ലൈൻ വിത്ത് എ സർജ് ഇംപിഡൻസ് ഓഫ് 400 ohm. So which is, and it is entering a cable having surge impedance of 40 ohm. So Z2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 40 ohm. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എത്രയാണ് ഇവിടെ നിന്ന് കുറച്ച് ഭാഗം ഇൻസിഡൻറ്റ് വേവ് വരുന്നു, കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു, കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എത്രയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ്? ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 into Z2 by Z1 plus Z2 into incoming voltage V. So this is what our equation. So 2 into Z2ൻ്റെ വാല്യൂ എത്രയാണ്? 40 by Z1 plus Z2 400 plus 40 into V. So which is equal to 2 into 40 by 440 V1. So 0 and 0 will cancel here. 4 and 44 cancel. So 2 by 11 multiplied by V will be the answer. So we have option C, 2V by 11. So this is the voltage that is transmitted. Simple question. Answer will be option C. So only thing is that നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ ആൻസർ ചെയ്യാവുന്നതാണ്.
Question number 2. A 400 kV surge travels on an overhead line of surge impedance of 400 ohm. 400 ohm ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ കൂടിയാണ് സർജ് ട്രാവൽ ചെയ്യുന്നത്. സർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 400 kV ആണെന്ന് തന്നിട്ടുണ്ട്. സോ 400 kV ആണ് ഇൻകമ്മിങ് ആയിട്ടുള്ള വോൾട്ടേജ്. ഇൻകമ്മിങ് സർജിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 400 kV ആണ്. സോ ഇത് Z1ലൂടെ ട്രാവൽ ചെയ്യുന്നു. എവിടെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ടുവേർഡ്സ് ഇറ്റ്സ് ജംഗ്ഷൻ വിത്ത് എ cable which is having a surge impedance of 40 ohm. So we have a cable here with surge impedance of 40 ohm. So Z2 is equal to 40. Then what is the question? Again transmitted voltage ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളിപ്പോൾ കണ്ട സെയിം ഇക്വേഷൻ ആണ്. വെരി ഇമ്പോർട്ടൻ്റ്ലി ഈ ക്വസ്റ്റ്യൻ എന്താണ്? കേരള PSCക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് പ്യുവർലി ടെക്നിക്കലായിട്ടുള്ള ഇലക്ട്രിക്കൽ ബേസിലുള്ള എല്ലാ എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ത്? എത്രയാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, എത്രയാണ് റിഫ്ലക്റ്റ് ചെയ്തത് എന്നുള്ളത് ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. നൗ സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. V transmitted is equal to 2 into Z2 by Z1 plus Z2 multiplied by the incoming voltage V in. So this is the equation for transmitted voltage. So 2 into what is Z2? Z2 equal to 40 by Z1 is 400. So 400 plus Z2 is again 40 multiplied by the incoming voltage is 400 kV. So it is equal to 2 into 40 by 440 into 400 into 400. So this is nothing but 4 and 4 we can calculate. 0 and 0 will cut. 4 and 44 will cut. It will be 11 here. So 2 into 11 means 2 into 4 is equal to 8. So 8 into 100 by 11. So നമുക്ക് അപ്രോക്സിമേറ്റ്ലി നോക്കാം. എന്താണ് 100 by 11 എന്ന് പറയുന്നത്? 99 by 11 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. So 100 by 11 will be approximately equal to 9. So 9 into 8 answer will be approximately equal to 72 kV. So from the options നമുക്ക് ഏതാണ് ആൻസർ എന്ന് പറയാം? ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. സോ അപ്രോക്സിമേറ്റ് ആൻസർ നമുക്ക് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. കാരണം എന്താണ്? ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, കേരള PSC പോലുള്ള എക്സാംസിന് നമുക്ക് കാൽക്കുലേറ്റർ അലൗ ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഹിയർ ആൻസർ വിൽ ബി 72.73 kV. So this is what the transmitted voltage. So next question. A flat line or infinite line means, Kerala PSC ക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. what do you mean by a infinite line or flat line? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? whenever a line is terminated by surge impedance itself. So Z1 and Z2 ഈക്വൽ ആവുന്ന കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? റിഫ്ലക്ഷൻ ഇല്ല. വാട്ട് എവർ ഇൻസിഡൻറ്റ് wave is there, അതെന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യും. ദർ വിൽ നോട്ട് ബി എനി റിഫ്ലക്ഷൻ. അങ്ങനെയുള്ള ഒരു ലൈൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫ്ലാറ്റ് ലൈൻ ഓർ ഇൻഫൈനൈറ്റ് ലൈൻ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ നമുക്ക് എന്ത് പറയാം? ലൈൻ വിത്ത് സർജ് ഇംപിഡൻസ് ഈക്വൽ ടു line which is terminated with a characteristic impedance. So ലൈനിൻ്റെ ടെർമിനേറ്റ് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? സർജ് ഇംപിഡൻസ് തന്നെ ആയിരിക്കും. ലൈനിൻ്റെ സർജ് ഇംപിഡൻസ് തന്നെ ആയിരിക്കും ടെർമിനേറ്റ് ചെയ്യുന്ന ലോഡിൻ്റെ സർജ് ഇംപിഡൻസ്. സോ സർജ് ഇംപിഡൻസിന് തന്നിട്ടില്ല എങ്കിൽ എന്ത് പറയാം? സോ ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ്. എന്തുകൊണ്ടാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ZC ഈക്വൽ ടു R plus J into L omega by G plus J into C omega. So for a lossless line R and G will be equal to 0. അങ്ങനെയുള്ള കേസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? സർജ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർജ് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടുന്നത്? √L/C എന്ന് കിട്ടുന്നത്. സോ ഫോർ എ ലോസ്ലെസ് ലൈൻ
characteristic impedance is termed as surge impedance. So രണ്ടും ഒരേ ടേമിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലോസ്ലെസ് ലൈൻ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ characteristic ഇമ്പിഡൻസും സർജ് ഇമ്പിഡൻസും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ലൈൻ ടെർമിനേറ്റഡ് വിത്ത് എ characteristic impedance, ലോഡ് ഇമ്പിഡൻസ് ഈക്വൽ ടു characteristic impedance ആണെങ്കിൽ അതിന് എന്ത് പറയാം? ഫ്ലാറ്റ് ലൈൻ ഓർ ഇൻഫൈനൈറ്റ് ലൈൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഓപ്ഷൻ ബി ഒന്ന് ശ്രദ്ധിക്കുക. ലൈൻ വിത്ത് സർജ് ഇമ്പിഡൻസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ്. സോ അത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. എന്താണ് ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസും സർജ് ഇമ്പിഡൻസും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? വെൻ ആർ ആൻഡ് ജി ഈക്വൽ ടു 0. അതായത് എന്താണ്? വെനെവർ ലൈൻ ഈസ് ലോസ്ലെസ് ലൈൻ, ലൈനിൽ ലോസ് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ലൈൻ വിത്ത് സർജ് ഇമ്പിഡൻസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ്. സോ ഈ ഒരു ക്വസ്റ്റിന് പകരം എ ലോസ്ലെസ് ലൈൻ അല്ലെങ്കിൽ ലൈൻ വിത്ത് സർജ് ഇമ്പിഡൻസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് ഈസ് കോൾഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം? ദാറ്റ് ഈസ് കോൾഡ് എ ലോസ്ലെസ് ലൈൻ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിനകത്ത് തന്നെ ആൻസർ ചെയ്യാം. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കാം. We can move on to question number 4. An overhead line with a surge impedance of 400 ohm is terminated through a cable of surge impedance of ZC. So ഒരു ലൈൻ ഉണ്ട്, ലൈനിൻ്റെ സർജ് ഇമ്പിഡൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 400 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. സോ അത് എൻഡ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഒരു കേബിൾ വെച്ചിട്ടാണ്. ആ കേബിളിൻ്റെ സർജ് ഇമ്പിഡൻസ് എത്രയാണ്? ZC ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. If surge traveling over the line does not suffer any reflection at the junction, value of ZC will be equal to. That means ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാവലിംഗ് വേവ് ഒട്ടും തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ZCയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടു ഇങ്ങനെ ഒരു കേസ് എപ്പോൾ മാത്രമേ വരുള്ളൂ? വെനെവർ ZC ഈക്വൽ ടു സർജ് ഇമ്പിഡൻസ് ഓഫ് ദി ലൈൻ. അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്ത് പറ്റുള്ളൂ? വാട്ട് എവർ ഇൻസിഡൻറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. സോ അതുകൊണ്ട് തന്നെ ZCയുടെ വാല്യൂ എന്തായിരിക്കണം? ലൈനിൻ്റെ ഇമ്പിഡൻസ് ആയ 400 ഓം തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ ആൻസർ വിൽ ബി 400 ഓം. സോ ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാം വിത്തൗട്ട് സോൾവിങ് ദ പ്രോബ്ലം. ZC ഈക്വൽ ടു ലോഡ് ഇമ്പിഡൻസും ലൈനിൻ്റെ സർജ് ഇമ്പിഡൻസും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് വരുന്നത്? റിഫ്ലക്ഷൻ 0 ആവുന്നത്. വട്ട് എവർ ഈ ഇൻസിഡൻറ്റ് വേവ് ഈസ് ട്രാൻസ്മിറ്റഡ്. Now we can move on to question number 5. Coefficient of reflection for current surge at an open circuited line. ഒരു ഓപ്പൺ സർക്യൂട്ടഡ് ലൈനിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എന്താണ്? റിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരുന്നത്. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. എന്താണ്? ഒരു ഓപ്പൺ സർക്യൂട്ട് ലൈനിലെ കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? -1 ആയിരുന്നു. ഓപ്പൺ സർക്യൂട്ട് ലൈനിൽ എന്തില്ല? ട്രാൻസ്മിഷൻ ഓഫ് കറണ്ട് ഇല്ല. വാട്ട് എവർ ഇൻകമിങ് കറണ്ട് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. ഓൾറെഡി ഡെറിവേഷൻ നമ്മൾ കണ്ടതാണ്. സോ എഗെയിൻ കേരള PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമുക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആൻസർ ചെയ്യാൻ, ബാക്കി മറ്റൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ എന്താണ്? ആദ്യം തന്നിരുന്ന 4 ഇക്വേഷൻസ് നമ്മൾ പഠിക്കുക. അതിൽ നിന്നും എങ്ങനെയാണ് ഓപ്പൺ സർക്യൂട്ടിൻ്റെയും ഷോർട്ട് സർക്യൂട്ടിൻ്റെയും കേസിൽ ഡിറൈവ് ചെയ്ത് വരുന്നതെന്നും ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ ഈസ് ഓപ്ഷൻ C. Now we can move to question number 6. A rectangular voltage surge travels through a transmission line towards its junction with a cable. Then which of the following is true? So ഒരു ലൈൻ ഉണ്ട്, അതിലെ ഒരു വോൾട്ടേജ് ട്രാവലിംഗ് വേവ് വരികയാണ്, അതിൻ്റെ എൻഡിൽ എന്താണുള്ളത്? ഒരു കേബിളും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ കണ്ടീഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ അൺഈക്വൽ in magnitude but have the same sign. So എന്തൊക്കെയാണ് ട്രാൻസ്മിഷൻ വോൾട്ടേജിൻ്റെ കോഎഫിഷ്യൻ്റ്? നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു? 2 × Z2 by Z1 plus Z2. ഇതായിരുന്നു എന്തിൻ്റെ കോഎഫിഷ്യൻ്റ്? ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? 2 × Z1 by Z1 plus Z2 ആയിരുന്നു. എന്ത് ചേഞ്ച് ചെയ്താൽ മതി? Z2നെ റീപ്ലേസ് ചെയ്ത് Z1 ആക്കിയാൽ മതി. ഇതിൻ്റെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ അൺഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. നോക്കുക, മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആണോ? ഒരിക്കലും അല്ല. ഇതിൻ്റെ ന്യൂമറേറ്റർ Z2, ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ Z1 ആണ്. അൺഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്.
but have the same sign. So ഇതിന്റെ വാല്യൂ ഒരിക്കലും എന്താവുന്നില്ല, നെഗറ്റീവ് ആവുന്നില്ല. This is always positive, and here this is also always positive. So അതുകൊണ്ട് തന്നെ എന്ത് ശരിയാണ്, ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണ്, but have the same sign. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഹാവ് ദ ഓപ്പോസിറ്റ് സൈൻ. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായിരുന്നു ഒരു വോൾട്ടേജ് വേവിൻ്റെ റിഫ്ലക്റ്റഡ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്, Z2 മൈനസ് Z1 ബൈ Z1 പ്ലസ് Z2. ഇതാണ് എന്ത്, ഒരു വോൾട്ടേജ് വേവിൻ്റെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. ഇനി അതിൽ നിന്ന് കറണ്ട് വേവിൻ്റെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്, Z1 മൈനസ് Z2 ബൈ Z1 പ്ലസ് Z2 ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഇവിടെ നിന്നൊരു -1 ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൈനസ് ഓഫ് Z2 മൈനസ് Z1 ബൈ Z1 പ്ലസ് Z2. ഇവിടെ നോക്കുക, ഈ ഒരു ടേമിൻ്റെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, കറണ്ടിൻ്റെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് ടു ടേംസ് ആർ സെയിം. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബട്ട് ഹാവ് ദ ഓപ്പോസിറ്റ് സൈൻ. ഇതിൻ്റെ ഒന്നിൻ്റെ നെഗറ്റീവ് ആണ് ഇത് മറ്റേത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഹാവ് ദ ഓപ്പോസിറ്റ് സൈൻ. സോ ആ ഒരു കണ്ടീഷനും എന്താണ്, കറക്റ്റ് തന്നെയാണ്. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കുക, if the surge impedance of cable and line are same, then reflection coefficient of current and voltage will be 0. അത് നമ്മളിപ്പോൾ കണ്ടതാണ് എന്ത്, for a flat line or infinite line, if the load impedance equal to surge impedance of the line, then there will not be any reflection. അതുകൊണ്ട് ഈ മൂന്ന് കണ്ടീഷനും കറക്റ്റ് ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, all of the above are correct. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം, എല്ലാ കണ്ടീഷനും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ എൻ്റയർ ഇക്വേഷൻസും ഓർത്തിരുന്നെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ വി ക്യാൻ മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7, എ വോൾട്ടേജ് സർജ് ഓഫ് 1 per unit ഈസ് ട്രാവലിംഗ് ത്രൂ എ ട്രാൻസ്മിഷൻ ലൈൻ terminated with a pure inductor. Then transmitted voltage is 1 per unit, 2 per unit, 0 or 3 per unit. So ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. So it is given that a voltage surge of 1 per unit is traveling through a transmission line. Suppose we have a transmission line having surge impedance of Z1. A voltage surge, that is an incident voltage surge having 1 per unit is traveling through the line. Now it is reaching a terminal at which we have a inductor. Can you tell me what is surge impedance of inductor? Inductor ന്റെ surge impedance എന്ന് പറയുന്നത് എന്താണ്? What is the equation for surge impedance? Z2 is equal to root of L by C. So ഇവിടെ പ്യൂർ ഇൻഡക്ടർ ആണ്, അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് ഉണ്ടോ, ഇല്ല. സോ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് പറയാം, 0 ആണെന്ന് പറയാം. സോ ദാറ്റ് ഈസ് വൈ Z2 will be equal to root of L by, if this is having inductance L by 0, and this will give you infinity. So whenever Z2 is infinity, I can say that it is acting as a open circuiter. So a pure inductor is acting as a open circuit. So whenever it is open circuited, what is transmitted voltage? We know that transmitted voltage for an open circuited line is equal to 2 times incident voltage. 2 is the ratio of transmitted to incident voltage. So it will be equal to 2 into 1 per unit. So 2 into 1 per unit, answer will be 2 per unit. So option B will be the correct answer. Hope it is clear. So ഈ ഒരു term ഓർത്തിരിക്കുക, pure inductor is acting as open circuit. Question number 8. A voltage surge of 100 kV is traveling on a line of surge impedance of 500 ohm. What is the current transmitted to the capacitor of 1 farad connected at the terminals of the line? So എന്താണ് പറയുന്നത്, ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, അതിൻ്റെ സർജ് ഇംപെഡൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? സർജ് ഇംപെഡൻസ് ഈസ് 500 ohm. And a voltage surge having incident voltage value is equal to 100 kV is traveling through the line which is terminated by a
pure capacitance. So pure capacitance ന്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ് 1 farad. So ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടേം തന്നെ യൂസ് ചെയ്യാം. What is the equation for surge impedance of the load? Z2 is given by root of L by C. ഇവിടെ ഇൻഡക്റ്റൻസ് ഇല്ല, പക്ഷേ എന്തുണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. So I can say that inductance value is 0, but I have a capacitance, so this will be equal to 0. Then I can say that surge impedance of the pure inductor, or sorry, pure capacitor is 0. That is, the pure capacitor is acting as a short circuit. Short circuit. So whenever line is terminated by capacitor, it is acting like a short circuit in terms of surge impedance. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, what is the ratio of current ratio, that is transmitted current ന്റെ വാല്യൂ എങ്ങനെ കിട്ടും, transmitted current will be equal to 2 times incident current. What is incident current here? I incident will be voltage incident by Z1. So VI by Z1. VI എന്ന് പറയുന്നത് 100 kV ആണ്. So it is 100 kV by 500, which is equal to 100 by 5 is 0.2. So 100 by 500 is 0.2. I can write it is 0.2 kilo ampere. So here it will be 2 into 0.2 kilo ampere, and the answer will be 0.4 kilo ampere. I can go for option B. So ഈ ഒരു ടേം ഓർത്തിരിക്കുക, whenever line is terminated by pure capacitor, it is behaving like a short circuit. Similarly, whenever line is terminated by inductor, it is behaving like an open circuit. When we are calculating the surge impedance, we will get 0 for capacitor and infinity for inductor. ഈ രണ്ട് പോയിന്റ്സ് കൂടി ഓർത്തിരിക്കുക.